കേന്ദ്രം കേരളത്തിന് സഹായം നൽകുന്നില്ല. വിശദമായ വിശകലനത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധികൾ. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും, വി.എസ്. രഞ്ജിത്ത് വയനാട്ടിൽ നിന്നും, ടി.വി. പ്രസാദ് തലസ്ഥാനത്തു നിന്നും, സൈഫുന്നീസ, കെ.വി. തോമസിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജ് ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങളും വിശദീകരിക്കും. ആദ്യം കേന്ദ്ര നിലപാടിന്റെ വിശദാംശങ്ങൾ അറിയാം. ആർ രാധാകൃഷ്ണനിലേക്കാണ്. രാധാകൃഷ്ണൻ, ഇപ്പോൾ ലെവൽ 3 ഉൾപ്പെടുത്താൻ വയനാട് ദുരന്തത്തെ പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിന്മേൽ ഇപ്പോൾ കോടതിയിൽ പറയുന്നത് 2 ആഴ്ചയ്ക്കകം തീരുമാനം പറയാം. അതായത് ഇങ്ങനെ L3 പെടുത്തണമെങ്കിൽ തന്നെ ഉന്നതതല യോഗം ചേരേണ്ടതുണ്ട്. ആ യോഗം പോലും ചേർന്നിട്ടില്ല. അപ്പോൾ അത്ര തിടുക്കമേയുള്ളൂ വയനാടിന്റെ കാര്യത്തിൽ എന്നുള്ളതാണോ? പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ദുരന്തമാണ്. തീർച്ചയായിട്ടും സ്മൃതി പറഞ്ഞ ആ നിരീക്ഷണത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കാരണം മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ നിന്നും ഘടകവിരുദ്ധമായിട്ട് ചില വൈകലുകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ട് ശരിയാണ്. സാധാരണഗതിയിൽ ഈ IMC ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി ഇവിടെ സംഘം അവിടെ സന്ദർശനം നടത്തി കഴിഞ്ഞാൽ അതൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ യോഗം ചേർന്ന് ആ നിർദ്ദേശം മന്ത്രിസഭ പരിഗണിക്കുകയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ചെയ്തു വരുന്ന ഒരു കീഴ്വഴക്കം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചതുകൊണ്ട് എന്നൊരു ന്യായം ചില കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും ഈ ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ നടപടികൾ അത് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരില്ല എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുന്നതാണ്. കേന്ദ്രത്തെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ അവർ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം L3 ഗണത്തിൽ ഈ ദുരന്തം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങൾ അത് മുൻകാലങ്ങളിൽ ഉണ്ടായ ദുരന്തങ്ങളിൽ പോലും അനുവർത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ദേശീയ ദുരന്ത നിവാരണ നിയമം യാഥാർത്ഥ്യമാക്കാനായിട്ട് പാർലമെന്റിൽ ചർച്ച നടന്ന ഘട്ടത്തിൽ കേരളം ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടും ജനസംഖ്യാപരമായിട്ടും വ്യത്യസ്തതകൾ സംസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേക ഉപാധികൾ നിയമത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ അന്ന് കേന്ദ്രം വിശദീകരിച്ചിരുന്നത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അനുബന്ധമായിട്ട് ഉപാധികൾ മാറ്റാനായിട്ടുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശ പ്രകാരം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായില്ല എന്നതാണ് കേരളം ഇന്ന് നേരിടുന്ന ഈ ബുദ്ധിമുട്ടിന്റെ ഏറ്റവും അടിസ്ഥാന കാരണമായിട്ട് മാറുന്നത്. നിലവിൽ ഈ IMC നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചാലും കേരളത്തിന് L3 വിഭാഗത്തിൽപ്പെടുന്ന ഏതെങ്കിലും വിധത്തിലുള്ള സഹായം ലഭിക്കാനായിട്ടുള്ള അർഹത ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തില്ല. കാരണം ആ വിധത്തിലുള്ള ഒരു വ്യാപ്തി ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ട് IMCക്ക് ദർശിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ A3 അടക്കമുള്ള ഗണത്തിൽ ഒരുപക്ഷെ ഉത്തരാഖണ്ഡിൽ അടക്കമുണ്ടായ പ്രകൃതി ക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ദുരന്തത്തിന്റെ ഗണത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ഈ സാഹചര്യത്തെയും ഉൾപ്പെടുത്തുക. അതുവഴി ഈ കേരളത്തിൽ യഥാർത്ഥ ദുരന്ത ബാധിതരായിട്ടുള്ളവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, മറ്റ് ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് അവർക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ വലിയ കുറവുണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മറ്റു സംസ്ഥാനങ്ങളിൽ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ പരിഗണിക്കുമ്പോൾ വീടുകൾക്ക് ഉണ്ടാകുന്ന തുക കേരളത്തിന്റെ തുകയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെയധികം കുറവാണ്. നിർമ്മാണത്തിന് ഉള്ള ചിലവ് വളരെയധികം കുറവാണ്. പക്ഷെ കേരളത്തിൽ ഈ വീടിന്റെ കാര്യത്തിൽ അടക്കം വലിയ തുകയാണ് ഓരോരുത്തരും അവരുടെ വീട് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ താങ്ങേണ്ടി വരുന്നത്. ഇപ്പോൾ ജീവിത നിലവാരത്തിൽ കേരളം ഉയർന്നതാണ് എന്നുള്ളത് കേരളത്തിന്റെ ഒരു ഗതികേടായി മാറുന്നു. കേന്ദ്ര സഹായം കിട്ടുന്നതിൽ പല കാര്യങ്ങളിലും അത് പ്രകടമായി സംഭവിക്കാറുമുണ്ട്. ഞാനൊന്ന് V.S. രഞ്ജിത്തിലേക്ക് പോകുന്നു. രഞ്ജിത്ത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ കൃത്യമായ നിലപാട് പുറത്തുവരുന്നത്. അതിൽ തന്നെ ഒരു കള്ളത്തരമുണ്ട് എന്ന് ഇവിടെ വിവിധ പാർട്ടികൾ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദുരന്തബാധിതർ ഇപ്പോഴത്തെ കേന്ദ്ര നിലപാടിനെ എങ്ങനെ കാണുന്നു? സ്മൃതി, L3 കാറ്റഗറിയിൽ പെടുത്തും എന്നുള്ളതായിരുന്നു ദുരന്തബാധിതരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഇപ്പോഴും സംസ്ഥാന സർക്കാരാണെങ്കിലും ഇവരുടെ പാക്കേജിനെ കുറിച്ചുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കൽപ്പറ്റയിലും മേപ്പാടിയിലും ഏകദേശം 127 ഏക്കർ ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ ഭൂമിയിൽ ഒരു വലിയ ടൗൺഷിപ്പ് പദ്ധതി എന്നതൊക്കെയാണ് സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്യുന്നത്. പക്ഷേ അത് നടക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ ഫണ്ട് ലഭ്യമാകേണ്ടതുണ്ട്. അങ്ങനെ കേന്ദ്ര ഫണ്ട് ലഭ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ വീട്, അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ കൊടുക്കുക, അവരുടെ എല്ലാവരെയും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കൊണ്ടുവന്നൊരു ടൗൺഷിപ്പ് രൂപീകരിക്കുക,
നിർമ്മിക്കുക, ഇത്തരത്തിലുള്ള വലിയ ഒരു പദ്ധതി, ഒരു ബൃഹത് പദ്ധതി സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്യുകയും അതിൽ മാത്രം പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ജനങ്ങൾ. 407 പേരുടെ മരണവും 150ഓളം പേരെ ഇനിയും കാണാതാവുകയും ഒക്കെ ചെയ്ത് അതിൻ്റെ മുറിവുമായി ജീവിക്കുന്ന മനുഷ്യർ ആകെ പ്രതീക്ഷ വെക്കുന്നത് ഈ കേന്ദ്ര സഹായത്തിലാണ്. ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ചെലവാക്കിയാൽ തന്നെ അത് എത്രത്തോളം ഇവരുടെ ഈ പരിക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റിട്ടുള്ള ആഘാതം അത് പരിഹരിക്കാൻ പര്യാപ്തമാകും എന്ന കാര്യത്തിൽ ഈ കുടുംബങ്ങൾക്കൊക്കെ ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കൊടുക്കുന്ന വാടക, ഈ വാടക ഇനത്തിൽ ഇനി എത്ര മാസം ഇവർക്ക് വാടക കൊടുക്കാൻ സാധിക്കും? പലർക്കും വാടക കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കൊടുത്തു വരുന്ന പ്രതിദിന വേതനമായി കൊടുക്കുന്ന 300 രൂപ അത് എത്ര ദിവസം കിട്ടും? ഈ കിറ്റിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടു. അപ്പോൾ ഈ കിറ്റും പ്രതിദിന വേതനവും വാടകയുമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇവർക്ക് അടിയന്തര സഹായമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിയന്തര സഹായത്തിന് പുറമെ ഇവർക്ക് കിട്ടേണ്ടതാണ് പ്രത്യേക പാക്കേജ് പ്രകാരമുള്ള സഹായം. BJP ഇക്കാര്യത്തിൽ പറയുന്നത് ഈ പ്രത്യേക പാക്കേജ് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലല്ലോ, പാക്കേജ് തയ്യാറാക്കി നൽകിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട സഹായത്തിന് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കേന്ദ്രത്തെ സമീപിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ BJP പറയുന്നു സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പാക്കേജിനെ കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ആവശ്യമായിട്ടുള്ള തുക, അതായത് താൽക്കാലികമായി പ്രവർത്തിപ്പിക്കാനുള്ള തുക കേന്ദ്ര ദുരന്ത നിവാരണ ഫണ്ടിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിലും ഉണ്ട്. ആ തുക ചെലവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ BJP പറയുന്നത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കിയാൽ, പ്രത്യേക പാക്കേജ് എന്ന് പറയുന്നത് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രത്യേക പാക്കേജ് തയ്യാറാക്കി അതിൻ്റെ രൂപരേഖ സമർപ്പിച്ചാൽ അതിനനുസൃതമായിട്ടുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കാൻ സംസ്ഥാനത്തെ BJPയുടെ ഘടകം ഉൾപ്പെടെ സഹായിക്കും, അല്ലെങ്കിൽ അവർ ഒപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കത്ത് തീർത്തും നിരാശാജനകമാണ്. കാരണം കേന്ദ്ര സഹായം കാര്യങ്ങളും അങ്ങനെയല്ല, അതിതീവ്ര സ്വഭാവത്തിലുള്ള ദുരന്തമാണോ എന്ന് വിലയിരുത്താനായിട്ടില്ല. അങ്ങനെയൊന്നല്ല എന്നൊരു തോന്നലിലേക്ക് കേന്ദ്രം എത്തുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും വയനാടിനെ സംബന്ധിച്ചും വളരെ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. TV പ്രസാദ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിന്റെ വിശദാംശങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ മന്ത്രി രാജൻ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിന്റെ നിലപാട് അംഗീകരിക്കാനാകില്ല, കേന്ദ്രം കേരളത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇപ്പോൾ പൊതുവായി നൽകിയിരിക്കുന്ന ഫണ്ട്, ആ ഫണ്ട് ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ദുരന്ത നിവാരണ SDRF ഫണ്ടിലെ തുക ഉണ്ടല്ലോ, അതെന്താണ് ഉപയോഗിക്കാത്തതെന്ന് ചോദ്യം കേന്ദ്രം ചോദിക്കുന്നു. പക്ഷേ വയനാടിനുള്ള പാക്കേജ് അത് കേരളം കൃത്യമായി ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കണ്ടിട്ടും ഒരു തരത്തിലുള്ള നൂലാമാലകളും ഇല്ലാതെ തന്നെ സഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പോയിട്ടും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിന് മുന്നിൽ ഇനി എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഇനി എന്താണ്? ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ കേരളത്തിൽ LDFും UDFും ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോയാൽ അത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് UDF, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി പിന്തുണ ഉണ്ടാകും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേരളം മുന്നോട്ട് പോകുന്നത്. അതായത് നിയമസഭയിൽ അടക്കം നമ്മൾ കണ്ടതാണ്, ഒരൊറ്റ സ്റ്റാൻഡാണുള്ളത്. അതായത് കേന്ദ്രത്തിന്റെ സഹായം കിട്ടിയേ തീരൂ. മാത്രമല്ല, നിയമസഭയിൽ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. കേന്ദ്ര ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും സമ്മർദ്ദത്തിന് ശക്തി പോരാ എന്ന ഒരു വിമർശനം ഉയർത്തിയത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് കേരളത്തിൽ UDFും LDFും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. നിലവിലെ സാഹചര്യത്തിൽ കേരളം പറയുന്നത് ഇതാണ്, അതായത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നില്ലെങ്കിൽ കിട്ടുന്ന അതേ തുക മാത്രമേ ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയുള്ളൂ എന്നുള്ളതാണ്. അതായത് എല്ലാ കൊല്ലവും വാർഷിക ഫണ്ടായി അനുവദിക്കുന്നതിൽ കൂടുതൽ 1 രൂപ പോലും ഇത്രയേറെ ആളുകളെ ജീവഹാനി ഉണ്ടായിട്ടും കൊടുത്തില്ല എന്നുള്ളതാണ്. ശ്രുതി, ഏതാണ്ട് 500-ലധികം ആളുകൾക്കാണ് ജീവഹാനി ഉണ്ടായത്. ഇപ്പോൾ ആ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 406 ആളുകളുടെ മരണം സംഭവിക്കുന്നു, 100-ലേറെ ആളുകളെ ഇപ്പോഴും കാണാതായിരിക്കുന്ന ഒരു ദുരന്തം. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി എപ്പോഴാണ് ഒരു ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നത്? അത് അതിന്റെ കാഠിന്യമനുസരിച്ച് തന്നെയാണ്. മാത്രമല്ല, നേരത്തെ പ്ലാൻ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പകല് ഏതാണ്ട് പൂർണ്ണമായി ദുരന്ത ഭൂമി നടന്നു കാണുന്ന രീതിയിലേക്ക്
അവിടെ അഡ്മിറ്റായ രോഗികളെ നേരിട്ട് കണ്ട് അവരുടെ വിഷമങ്ങൾ കാണുന്ന രീതിയിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മാറിയത് തീർച്ചയായും ആ ദുരന്തത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി തന്നെ കേരളം പ്രധാനമന്ത്രിക്ക് കത്തെഴുതുകയും ചെയ്തു. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അടിയന്തര സഹായത്തിന് വേണ്ട ഇടപെടലുകൾ ഉണ്ടാകണമെന്ന്. പക്ഷേ കേരളം 1500 കോടി രൂപ ആവശ്യപ്പെട്ട് ഇപ്പോൾ കിട്ടിയ 358 കോടി എന്ന് പറയുന്നത് സാധാരണ കേരളത്തിന് കൊടുക്കാറുള്ള വാർഷിക ഫണ്ട് മാത്രമാണ്. കേന്ദ്രം പറയുന്ന ന്യായം ഇവിടുത്തെ ഫണ്ടിൽ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായുള്ള SDRF-ൽ ആവശ്യത്തിന് പണമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന സർക്കാർ മറ്റൊരു ഫണ്ട്, ആ ഫണ്ട് മതിയാവുകയില്ല എന്ന കാര്യം ഏവർക്കും അറിയാം. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തന്നെ പുനരധിവാസത്തിന്റെ ഭാഗത്തിലായാലും അതുപോലെ തന്നെ ദുരിതാശ്വാസത്തിൽ ഈ പറയുന്ന ദുരിതത്തിൽപ്പെട്ടവർക്കായാലും മതിയായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പര്യാപ്തമായ ഒരു ഫണ്ട് അത് കേരളത്തിന്റെ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ്. അതല്ലെങ്കിൽ വളരെ നല്ല അരി അവരുടെ കയ്യിൽ കിട്ടിയേനെ, അതല്ലെങ്കിൽ അവർക്ക് കൃത്യമായ വാടക കിട്ടിയേനെ, അവർക്ക് കിട്ടേണ്ട അടിയന്തര ധനസഹായം പോലും കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. തീർച്ചയായും സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്രത്തിന് അറിയാത്തത് കൊണ്ടല്ല. ഒരുപക്ഷെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ പിന്നാലെ ഈ കത്ത് പുറത്തു വന്നതിലും കത്ത് KV തോമസിന്റെ കയ്യിൽ കിട്ടുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചതാണ്, അതല്ലെങ്കിൽ ഇതിന്റെ കൂടെ അതും അവസാനിച്ചേനെ, അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ കേന്ദ്രം കരുതിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു പ്രതീക്ഷ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ പാലക്കാട്ട് മണ്ഡലത്തിൽ ഇത് വലിയ പ്രശ്നമായി ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും മറ്റ് ഇടത് വലത് മുന്നണികൾ ഉയർത്തും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കേരളത്തെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല കേന്ദ്രം എന്ന സ്റ്റാൻഡിൽ തന്നെയാണ് കേരളമുള്ളത്. ഏതറ്റം വരെയും മുന്നോട്ട് പോകും, വഞ്ചനാപരമായ നിലപാടെന്നാണ് ഇന്ന് രാവിലെ റവന്യൂ മന്ത്രി റിപ്പോർട്ടറിനോട് തന്നെ പറഞ്ഞത്. KV തോമസും ശക്തമായ ഭാഷയിൽ വിഷയം പ്രതികരണം അതിന്റെ വിശദാംശങ്ങളുമായി സൈഫിനിസയുണ്ട്. ഞാൻ സൈഫിനിസിലേക്ക് പോകുന്നു. സൈഫിനിസ, ഇപ്പോൾ L3 കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് കേന്ദ്രം എത്തുന്നു. അങ്ങനെ ഒരു കത്ത് KV തോമസ് നൽകുന്നു. ഇത് വയനാട് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേന്ദ്രം ഈ നിലപാട് വ്യക്തമാക്കുന്നത് എന്നതിൽ തന്നെ ഒരു തന്ത്രം. എന്താണ് ഇപ്പോൾ KV തോമസ് ഇക്കാര്യത്തിൽ പറയുന്നത്? സ്മൃതി, ഈ വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് അയച്ചിരുന്നു, പ്രധാനമന്ത്രിക്ക്. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത്. ആ കത്തിന്റെ ഫോളോ അപ്പ് നടപടികളാണ് KV തോമസ്, ദില്ലിയിലെ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസ് നടത്തിയിരുന്നത്. ഈ കത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് വയനാട് തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ തന്നെ ഈ കത്തിനുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും എല്ലാം പാലിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടത്തിയ ഒരു നടപടിക്രമങ്ങളിലും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് KV തോമസ് പറയുന്നത്. അതായത് ഒരു ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി രേഖാമൂലം അറിയിച്ചു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കണ്ടു, സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ധനമന്ത്രിയോട് കേരളത്തിലെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി എന്ന നിലയിൽ KV തോമസ് കൂടിക്കാഴ്ച നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ കത്തിന്മേൽ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ നിർമ്മലാ സീതാരാമൻ US-ന് പോവുകയാണ്. US-ന് പോയ ശേഷം തിരിച്ചു വന്ന ശേഷം ഇക്കാര്യത്തിൽ ഉറപ്പായും തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. പക്ഷേ ഉറപ്പായും തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിച്ചെങ്കിലും അതിലൊരു നടപടിയും ഉണ്ടായില്ല. പിന്നാലെ തന്നെ KV തോമസിന്റെ വിദ്യാധനം ട്രസ്റ്റിന്റെ പരിപാടികൾക്കായി നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ മാസം കൊച്ചിയിലെത്തുന്നു. അന്ന് തന്നെയാണ് കേരള നിയമസഭ വയനാട് വിഷയത്തിൽ പ്രമേയം പാസാക്കുകയും ചെയ്യുന്നത്. അന്ന് മാധ്യമങ്ങൾ നമ്മളടക്കം ഈ വിഷയത്തിൽ നിർമ്മലാ സീതാരാമനോട് പ്രതികരണം ചോദിച്ചപ്പോഴും നോട്ട് നൗ എന്നൊരു പ്രതികരണം നിർമ്മലാ സീതാരാമൻ നടത്തി. പക്ഷേ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം വന്നപ്പോൾ നിർമ്മലാ സീതാരാമൻ അതിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയും നിർമ്മലാ സീതാരാമൻ അന്ന് പറഞ്ഞത് വയനാടുണ്ടായ ദുരന്തം ഹൃദയഭേദകമാണ്, വയനാടിന്റെ കണ്ണീർ കേന്ദ്ര സർക്കാർ കണ്ടിട്ടുണ്ട്, വയനാടിന് വേണ്ട സഹായം എല്ലാം കേന്ദ്ര സർക്കാർ നൽകും എന്ന ഉറപ്പാണ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ KV തോമസ് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കണ്ടു, ഈ രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. മറ്റു പല കാര്യങ്ങളും, അതായത് മുനമ്പം വിഷയമടക്കം
വാക്ക് നമ്മൾ ഉയർത്തി ചോദിച്ചപ്പോൾ പറഞ്ഞത് മറ്റ് പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാർ എടുക്കുന്ന താല്പര്യം വയനാടിനോട് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ മുനമ്പം വിഷയം വന്നതിന് പിന്നാലെ തന്നെ കേന്ദ്ര മന്ത്രിമാർ ഒന്നൊന്നായി പിന്നാലെ മുനമ്പത്തേക്ക് എത്തുന്നു. പക്ഷേ ഈ വിഷയത്തിൽ, വയനാട് വിഷയത്തിൽ ഒരു കൃത്യമായ തീരുമാനം ഉണ്ടായില്ല. ആന്ധ്രാപ്രദേശിന് 7000 കോടി സഹായം നൽകി, കേരളത്തിന് ഇതുവരെ സഹായം പ്രഖ്യാപിച്ചില്ല. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് പറയുന്നു. അപ്പോൾ പോലും 80% കിട്ടുന്നത്. ഇനി അങ്ങോട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് പോലും ഈ ഫണ്ടിൽ നിന്ന് വേണം പണം കണ്ടെത്തുവാനായി. വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്.